ഹലോ ഹലോ, ഹലോ ലിയാഖത്തലിയാണല്ലേ? അതെ. എന്റെ പേര് ആ ഞാൻ സിന്ധു ആണ്. വലിയ റിലീജിയസ് ഒന്നുമല്ല. ആ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ രണ്ടോ മൂന്നോ ആൾക്കാരോട് ചോദ്യം ചോദിക്കുന്നത് കേട്ടു. എന്താണ് ആത്മീയത എന്നുള്ളതിനെ പറ്റിയിട്ട്. എന്താണ് ആത്മീയത, വാട്ട് ആ ഈസ് ആത്മീയത നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടു. ആ നിങ്ങളെ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്. ആ അപ്പോ ആത്മീയത എന്താന്നുള്ളത് എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രം വിളിച്ചതാ. ആയിക്കോട്ടെ. അതായത് എനിത്തിങ് റിലേറ്റഡ് ടു ആത്മാ, സോൾ, അതിനെ പറ്റിയാണ് അതിന് ആത്മീയത എന്ന് പറയുന്നത്. നമ്മളൊരു ആത്മാവിനെ പറ്റിയുള്ള ചിന്തകള്, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള പദ്ധതികള്, ഇതെല്ലാം കൂടുന്നതാണ് ആത്മീയത. ഇനി ആത്മാവ് എന്താന്ന് ചോദ്യപ്പോ നാച്ചുറലി വരുമല്ലോ. ആത്മാവ് എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു മനുഷ്യന് 5 തലങ്ങളുണ്ട്. ഒന്ന് അവന്റെ ശരീരം, 2 ആ ശരീരത്തിനെ നിലനിർത്താനുള്ള പ്രാണൻ, 3 ആ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ബുദ്ധി, 4 ശരീരത്തിന്റെ മനസ്സ്, 5-മത്തെയാണ് ആത്മാവ്. അപ്പൊ ഈ 5 തലങ്ങളും കൂടി നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ സമ്പൂർണമാകുന്നുള്ളൂ. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണവായു ഉണ്ട്. നമുക്ക് പ്രാണൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം നഷ്ടപ്പെടും. ശരീരം ഡീക്കേ ചെയ്യാൻ തുടങ്ങും, ചീത്തയാവാൻ തുടങ്ങും. ഒരു പക്ഷേ പ്രാണൻ നഷ്ടപ്പെട്ടില്ല എന്നുവെച്ചാലും ഈ ബുദ്ധിയും മനസ്സും മന്ദീഭവിക്കാം. അപ്പോഴും ആ മനുഷ്യന്റെ ശരീരം ചീത്തയാവാനുള്ള സാധ്യത കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജീവൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒന്ന് ഒരു ഉദാഹരണം, ഒരാൾ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് പറയല്ലേ? ഞാൻ എന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് കാഴ്ചപ്പാടുണ്ടാവും. ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അല്ല അങ്ങനെയല്ല, ഉദ്ദേശം. 10 ആത്മീയവാദികളോട് ചോദിക്കുമ്പോ അവർക്ക് 10 ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല ഞാൻ എന്താണ് ആത്മീയത നിങ്ങൾ ചോദിച്ചതിന് എനിക്ക് അറിയാവുന്ന ഒരു ഉത്തരം പറയാന്ന് മാത്രം ഉദ്ദേശിച്ചുള്ളൂ. ഞാനിപ്പോ അത് ഞാൻ ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നു വെച്ചാൽ ഞാൻ അക്വയർ ചെയ്ത വിവരങ്ങളിൽ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ളത് തന്നെയാണ്. അല്ലാണ്ട് സ്വയം ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഫ്ലൂ പോയി. അവിടെ വരെ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു നിർത്തിയ ഇത് പോയി. നമ്മള് ജീവൻ, അതായത് അപ്പൊ പ്രാണൻ പോവാതെയും ബുദ്ധിയും മനസ്സും നശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കോമയിൽ കിടക്കും. അവിടെ ഈ പ്രാണൻ പോയി കഴിഞ്ഞാൽ ശരീരം നഷ്ടപ്പെട്ടു, ബുദ്ധിയും മനസ്സും ഒക്കെ പോയി. അപ്പൊ ഈ പ്രാണനെ നിലനിർത്തി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് കണ്ണ് നമുക്ക് കാഴ്ച തരുന്നു. ഈ ആത്മാവെന്ന് പറയുന്നത് ഇതിനെല്ലാം പ്രവർത്തിക്കാൻ വേണ്ട ഒരു ഊർജമാണ്. അതായത് കണ്ണുണ്ടെങ്കിൽ കാഴ്ച ഉണ്ടാവും, പക്ഷെ ആ കാഴ്ച കൊണ്ട് ആത്മാവിനെ കാണാൻ പറ്റില്ല. ചെവിക്ക് കേൾവി ശക്തി തരുന്നത് ആത്മാവാണ്. ആ ചെവി കൊണ്ട് ആത്മാവിനെ കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ആത്മാവ്. അതായത് പറയണേക്കൂ, അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജം ഉണ്ട്. അതിനെ ബ്രഹ്മം എന്ന് പറയും. ഞാൻ പഠിച്ച ഒരു ഫിലോസഫിയിൽ പറയുന്ന കേട്ടോ, ശരിയാണോ തെറ്റാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതായത് ഈ ഊർജത്തിന്റെ ഊർജം ബ്രഹ്മമാണ്. എല്ലാ ജീവജാലങ്ങളിലും ഈ ഊർജങ്ങളിലെ തന്മാത്രകളുണ്ട്. അതാണ് അതിന്റെ ആത്മാവ്. അതായത് പരമാത്മാവിന്റെ പരിച്ഛേദങ്ങളാണ് ജീവാത്മാവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു ജീവി മരിച്ചു കഴിഞ്ഞാല് ഈ പരമാത്മാവിൽ അതിനുണ്ടാവുന്ന ജീവാത്മാവ് തിരിച്ച് ഈ പരമാത്മാവിൽ ലയിക്കുന്നു. അതാണ് നമ്മുടെ സനാതന ധർമ്മം പറയുന്നത്. അതേ സമയത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ജീവാത്മാവ് ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്വബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ആത്മാവ് വേറെ ഏതെങ്കിലും ഒരു ജീവിയിൽ പ്രവേശിക്കാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ സൽക്കർമ്മങ്ങൾ പലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ആത്മാവിന് മോക്ഷം കിട്ടാന്ന് പറയും. അതായത് എന്തായാലും പറയാം, നിർവ്വാണം എന്നൊക്കെ പറയില്ലേ, അതില് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആത്മാവ് ജീവാത്മാവ് വ്യക്തമായിട്ടും മുക്തി നേടി ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നീട് ആ ആത്മാവിന് പുനർജന്മം ഇല്ല എന്നാണ് സനാതന ധർമ്മം പറഞ്ഞു തരുന്നത്. ആനന്ദമയ കോശം. അതിനിപ്പോ എനിക്ക് അറിയാത്ത ടെർമിനോളജിയാണത്. നിങ്ങൾ പറഞ്ഞ സാധനം ഈ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പഞ്ചകോശ സിദ്ധാന്തം ആണ്. മീൻസ് ആ ഒരു തത്വശാസ്ത്രമാണ്.
അതിന്റെ ഇതും കോശം എന്ന് പറയാൻ പറ്റില്ല. അതില് പഞ്ചകോശാന്നാണ് അതിന് പറയുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയാം, ഞാൻ അങ്ങനെ വാക്ക് കേട്ടിട്ടില്ല. അറിയാം ഇപ്പൊ അതിന് ഇങ്ങനെ വാക്ക് ഞാൻ കേട്ടു. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, അത് ആനന്ദമയ. അത് അത് 5 തലങ്ങൾ തന്നെയാണ്. അതാണ് അത് നിങ്ങള് അത്. പക്ഷെ അതിനകത്ത് ആത്മാവ് ആ പർട്ടിക്കുലർ തത്വത്തില് ആത്മാവ് ഇതിൽ നിന്ന് ഏതെങ്കിലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇതിന്റെ ഒന്നിന്റെ മാത്രം പാർട്ടായിട്ടുള്ളതായിട്ട് പറയുന്നില്ല. അതിലെന്ത് പറയണമെന്ന് അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ പറയുന്ന ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നില്ല. ആ ഊർജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ ലയിക്കുന്ന എന്തോ അതാണ് ആത്മാവ് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഇത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അതിന്റെ ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല. ഇത്തരം അറിവുകള് ഞാൻ ആത്മാവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തലം അല്ലെങ്കിൽ അത്തരം ചിന്താ പദ്ധതി എന്ന് പറയുന്നത് അത് തികച്ചും വ്യക്തിപരമായിട്ടാണ് ഞാൻ കാണുന്നത്. ആയിക്കോട്ടെ, അപ്പൊ അതാ ഞാൻ പറയാം. അപ്പൊ ഞാൻ അന്ന് ആ വ്യക്തിയോട് ആത്മാവ് എന്താണെന്ന് ചോദിച്ചപ്പോ പുള്ളി എന്നോട് ഉദാഹരണം പറയുന്നത് ചായയിൽ പഞ്ചസാരയിൽ അടങ്ങിയിട്ടുള്ള മധുരമാണെന്ന്. അതേ വ്യക്തിയോട് ഞാൻ തിരിച്ച് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് ചോദിക്കുമ്പോൾ പുള്ളിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. പുള്ളി അതിൽ ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ ഈ ഒരു അവ്യക്തത ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്. എല്ലാത്തിലും അവ്യക്തത ഉണ്ട്. അവ്യക്തത സ്വാഭാവികമാണ്. മനുഷ്യന്റെ അറിവുകൾക്ക് പരിമിതിയുണ്ട്. അപ്പൊ ആ അവ്യക്തത എല്ലാത്തിലും നിൽക്കും. അത് ശാസ്ത്രത്തിലും അവ്യക്തത ഉണ്ട്. ഇപ്പോഴും ഒരുപാട് അവ്യക്തതകൾ നിൽക്കുന്നുണ്ട്. അല്ല, അവ്യക്തത എന്താണെന്നും ശാസ്ത്രത്തിൽ പറയുമ്പോ നമുക്ക് വ്യക്തതയുള്ളത് ഏതുവരെയാണെന്നും അവ്യക്തമായത് എവിടെ മുതലാണെന്നും എന്താണ് അതിൽ അവ്യക്തത എന്നും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പറ്റില്ല. കാരണം ഒരു കാലത്ത് വ്യക്തമായി നിലനിന്നിരുന്ന് പിന്നീട് അറിവുകൾ നേടുമ്പോൾ അത് അവ്യക്തമായി മാറുക. അത് കൂടുതൽ അക്വയർ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കിയത് പലതും തെറ്റാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയുള്ള ആത്മാവിനും. നമ്മൾ ആത്മാവിനെ പോയിട്ട് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഗഹനമായ ഇത് നടത്തേണ്ടി വരും. അങ്ങനെ നടത്തിയിരുന്നവരാണ് ആലോചനകൾ ഇതിൽ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ആലോചന എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി ആലോചിക്കുമ്പോഴാണ് പലതും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു ആത്മീയതയുടെ പ്രശ്നം ഇത് നമുക്ക് വേറെ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ആത്മീയത എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള സാധനമാണ്. ഇത് നമുക്കൊരു സോഷ്യൽ കൺസെപ്റ്റിലേക്ക് ഉൾച്ചേർക്കാൻ പറ്റുന്ന സാധനം. അതിപ്പോ ഞാൻ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്തില്ല. നിങ്ങൾ ചോദിക്കുന്ന കേട്ടതിന് ഉത്തരം പറഞ്ഞു. അതിനാരും മറുപടി പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പാലിൽ പഞ്ചസാരയിൽ മധുരം പോലെ ആത്മീയത എന്ന് ആരെങ്കിലും നിങ്ങളോട് തിരിച്ചു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ 2-3 സംസാരം കേട്ടു. പ്ലീസ് അല്ല നോക്ക്, ഉറപ്പില്ലാത്ത മുഴുവനും തെറ്റാന്നുള്ള വാദം എനിക്കില്ല. അത് നിങ്ങൾക്ക് ശരിയൊന്നും പറഞ്ഞില്ല. നമ്മളിപ്പോ അല്ല, ഞാനിപ്പോ നിങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതോ നിങ്ങൾ പറഞ്ഞതിനെ ഖണ്ഡിക്കുകയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ആത്മാവ് എന്താന്ന് അങ്ങനെ ഒന്നും ഇല്ലാന്നോ നിങ്ങൾ സ്ഥാപിക്കാനും ശ്രമിച്ചു ഞാൻ പറയുന്നില്ല. ഒരു സങ്കല്പം മാത്രമാണ്, അങ്ങനെ സംഭവം. ഞാൻ പറയാം സങ്കല്പം. ശരി, ഈ പറഞ്ഞ വാക്ക് ഞാൻ കുറച്ചങ്ങോട്ട് സംസാരിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒത്തിരി ആർഗ്യൂ ചെയ്തുള്ള ശീലമില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ പ്രോഗ്രാം പലതും കാണാറുണ്ട്. എനിക്ക് അതിനോട് കൂടി വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. അത് ഓരോരുത്തരും നിങ്ങളുടെ ഇൻഡിവിജ്വൽ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താണ് മറന്നുപോയി. സങ്കല്പം. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സങ്കല്പിച്ചിന്നെ ജീവിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ എന്റെ സിറ്റ് ഔട്ടില് പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ട് കസാലമ ഇരിക്കുകയാണ്. ആ പടിഞ്ഞാറ് ഒരു സങ്കല്പമാണ്, യാഥാർത്ഥ്യമല്ല. ആ പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്കൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. ഇതൊക്കെ അഡോപ്റ്റഡ് കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ അഡോപ്റ്റഡ് കൺസെപ്റ്റ് ആണ് ആത്മാവിലെ അഡോപ്റ്റഡ് കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഇറ്റ് സെൽഫ് ഈസ് എൻ അഡോപ്റ്റഡ് വൺ. അപ്പൊ അത് കാരണം അതിനെ നമ്മൾ എന്താ പറയാ അഡോപ്റ്റ് ചെയ്തതാണ് എന്നുള്ളത് അത് റിയൽ അല്ല. ഇപ്പൊ നമ്മൾ ദിക്കുകളെ അഡോപ്റ്റ് ചെയ്തത് പോലത്തെ ഒരു സങ്കല്പമായിട്ട് ആത്മാവ് ഒരു എന്താ പറയാ സർവ്വസ്വീകാര്യമായ ഒരു നിലവാരത്തിൽ ഇല്ലല്ലോ. ശരി. ആ പോയിന്റ് നിൽക്കാം. ഈ എന്തുകൊണ്ട് ദിക്കുകളെ സർവ്വസ്വീകാര്യമായി നിലനിർത്തി എന്നുള്ളതാണ് വേറൊരു വശം. ആദ്യം കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വളരെ പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഒരു ട്രെയിൻ പറയണ കേൾക്കൂ. എനിക്ക് ഇങ്ങോട്ട് അല്ലെ നമുക്ക് നിർത്താട്ടോ. എനിക്കത് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം നമ്മൾ ഈ റിയാലിറ്റികൾ എന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറയാൻ 2 തരത്തിലുള്ള നമ്മൾ ശരിയായിട്ട് രീതിയിൽ അതിന് നമ്മൾ ഇതിലും ഒന്ന് നമ്മൾ
പ്രാപഞ്ചിക സത്യം എന്ന് പറയും, പിന്നെ ഒന്ന് വ്യാവഹാരിക സത്യം എന്ന് പറയും. അപ്പൊ ആ ടോപ്പിക്കിന് പോയി കഴിഞ്ഞാൽ ഇത് മാറും. അത് ഞാൻ അതിന് മുന്നേ അതാണ് സംസാരിക്കും. മറ്റേ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എന്തായിരുന്നു? അത് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പ്രാപഞ്ചിക യാഥാർത്ഥ്യം. ഇനി ഒരു മിനിറ്റ് പറഞ്ഞു. അതായത് ഈ ഈസ്റ്റ് ദിശകൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് നമ്മൾ എന്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്ക് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ അതിന് ഒരു തലങ്ങളുണ്ട്. ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിച്ച് നമ്മൾ ഇന്ന സ്ഥലത്തെത്തുന്നു. അത് നമ്മുടെ ഭൗതികമായ ജീവിതം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 5 തലങ്ങളെ പറ്റി പറഞ്ഞു. അതിലൊന്ന് മനസ്സെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നമ്മൾ പലതും നമ്മൾ മനസ്സിലായില്ല എന്നുള്ള ഒരു ചിന്തകൾ നമുക്കുണ്ട് അല്ലേ? ഈ മനസ്സെന്താണ്? അതും നമ്മൾ ഇതുപോലെ തന്നെ ഒരു അഡോപ്റ്റഡ് കൺസെപ്റ്റ് ആണ്. ബുദ്ധി എന്ന് പറഞ്ഞ ബ്രെയിൻ നമുക്ക് കാണാൻ പറ്റും. കണ്ണൊരു അവയവം നമുക്ക് കാണാൻ പറ്റും. പ്രാണവായു നമുക്ക് ശ്വസിക്കുന്നതും ഓക്സിജൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ശരീരം നമ്മൾ കാണാനും തൊടാനും എല്ലാം പറ്റും. ഈ മനസ്സിനെ നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല. അപ്പൊ അതും ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് ഇതിന്റെ എല്ലാം കൂടി കോമൺ ആയിട്ടുള്ള റിയാക്ഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഫീലാണ്. ആ മനസ്സിന് ഇതുപോലെ ചിലത് നമുക്ക് കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, ചിലത് നമ്മൾ കൺമുമ്പിൽ തിരിച്ചറിയാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ. ആ തിരിച്ചറിയാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ ചിലതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ എന്താണ് നേരത്തെ പറഞ്ഞ വാക്ക്? ആത്മാവ്. അല്ല, മറ്റേ സത്യം എന്ന് പറഞ്ഞത് പ്രാപഞ്ചിക സത്യം. അപ്പോ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചിന്താ വിഷയമാണ്. ഇല്ലാന്ന് വിശ്വസിക്കാൻ വെച്ചാൽ ഇല്ല, ഉണ്ടെന്ന് വിശ്വസിക്കാൻ വെച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് ആത്മാവ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ആത്മാവ് എന്നുള്ളിടത്ത് വീണ്ടും നമ്മൾ ഇതൊരു സാങ്കല്പിക കാര്യമായതുകൊണ്ട്, സാങ്കല്പികമായതുകൊണ്ട് ഞാൻ പറയാം ഒരു പോയിന്റ്. സാങ്കല്പികമായതുകൊണ്ടും ഇത് സാർവത്രികമായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടതല്ലാത്തത് കൊണ്ടും 10 ആളോട് ചോദിച്ചാൽ 10 ഫീൽ ആയിരിക്കും ഉണ്ടാവും. ഓരോ ആളുകളുടെ അനുഭവങ്ങളാണ്. ഇവിടെ സാർവത്രികമായിട്ടുള്ള ഫീൽ നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ ഈ സാർവത്രികം എന്നുള്ള വാക്കിന്റെ ഒരു പരിധി വരെ പൊള്ളയായ ഭാഗം ഞാൻ പറഞ്ഞുതരാം. നമ്മള് ദിശകൾ എന്ന സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇല്ലേ? ഈ സെന്തിൽ ഐലൻഡിൽ താമസിക്കുന്ന കുറച്ച് ജനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവിടെ 500-600 പേരെ അവിടെ ഉള്ളൂ എന്നാ പറയാ മാക്സിമം. 35,000 വർഷമായിട്ട് ആ ഐലൻഡിലുള്ളതാണ്. അവരെ സംബന്ധിച്ചോളം ഈസ്റ്റും വെസ്റ്റും തെക്കും കിഴക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനെയും അംഗീകരിക്കാത്ത ചരാചരങ്ങൾ ഭൂമിയിൽ മനുഷ്യരായിട്ടുണ്ട്. അപ്പൊ സാർവത്രികമായ അംഗീകാരം എന്ന് പറഞ്ഞ ഒന്നില്ല അങ്ങനെ പറഞ്ഞാല്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ നമ്മള് ഈ വ്യാവഹാരികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രത്യേകത അത് ഈ വ്യവഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സങ്കല്പങ്ങളാണ് എന്നുള്ള കാര്യം അത് ഉപയോഗിക്കുന്നവർക്കും കൂടി അറിയാം. അത് ആ രീതിയിൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ 500 രൂപ കൊടുക്കുമ്പോ ഞാൻ കൊടുക്കുന്ന എനിക്കും വാങ്ങുന്ന നിങ്ങൾക്കും ആ 500ന്റെ വാല്യൂവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അറിയാം. ശരി, സംഭവിച്ചു. അതുപോലെ തന്നെ സാധനമായിട്ട് ആത്മാവ് നിലനിൽക്കുന്നില്ല. അവിടെ സാധനം എന്നുള്ള വാക്കിന്റെ തെറ്റാണ്. ഇനി ഞാൻ പറഞ്ഞ കേൾക്കൂ. നിങ്ങൾ പറഞ്ഞു ഓക്കെ, ഈ സ്ഥലകാല ചിന്തകളൊക്കെ നമ്മളുടെ അതെല്ലാം അറിയപ്പെടുന്ന വ്യവഹാരങ്ങളാണ് എന്ന്. കാരണം ആ തലത്തിൽ ജീവിക്കുമ്പോൾ അതിനെ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ ഒരു ഭാഗമാണ് ആത്മീയ, എന്താ പറയാ, ഈ നമുക്ക് നേരിട്ട് വേദ്യമല്ലാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകള്. അപ്പൊ ആ ചിന്തയിൽ വിരമിക്കുന്നവർക്ക് മാത്രമേ ഈ ആത്മീയതയുള്ളൂ. അവരെ സംബന്ധിച്ചോളം അതിന് വ്യക്തമായ ധാരണകളുണ്ട്. നമുക്ക് ആ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത്തരത്തിലുള്ള സാങ്കല്പിക യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്ന സാധനം ഈ സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും അറിയാം ഇത് സാങ്കല്പികമാണ്, എന്ന് ആരും വാദിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആത്മാവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അല്ല, ഇനി ഞാൻ പറഞ്ഞേക്കൂ. അതുപോലെ തന്നെ ഈ ആത്മാവിനെ പറ്റി സങ്കല്പിച്ച് ജീവിക്കുന്നവർക്ക് അവരതിനെ പറ്റിയും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ചിന്തൽ ഐലൻഡുകാർക്ക് ഈസ്റ്റും വെസ്റ്റും അറിയാത്ത പോലെ ആത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, ആത്മീയമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാത്തവരെ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് ഒരാശയത്തെ നിരാകരിക്കുന്നവരെ കുറിച്ചല്ല, ഒരാശയത്തെ ഉൾക്കൊള്ളുന്നവർക്ക് തന്നെയും അതൊരു സാങ്കല്പിക കഥയാണെന്ന് അറിയാം.
പക്ഷെ അറിയാം. ആത്മാവിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലാന്ന്, അതൊരു യാഥാർത്ഥ്യമായിട്ടാണ് അങ്ങനെയാണ്, അത് വാദിക്കുന്നത്. അങ്ങനെയാണ്. നിങ്ങൾ ആത്മാവിനെ നമ്മൾ സങ്കല്പിച്ചിരുത്തുന്നത് തന്നെയാണ്. ആ ആത്മാവിനെ സങ്കല്പിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മൾ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ ശ്രമിക്കുന്നില്ല, നമുക്ക് അറിയുന്നില്ല. അത്രയുള്ള വ്യത്യാസം. അതാണ് നിങ്ങൾ ദിവസങ്ങളെ പറ്റിയും എന്താ പറയാ ആഴ്ചകളെ പറ്റിയും ദിശകളെ പറ്റിയും നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിനെപ്പറ്റി സങ്കല്പിക്കുന്നു. മറിച്ച് നിങ്ങൾ ആത്മാവിനെ പറ്റി ആത്മാവിന്റെ പരിച്ഛേദങ്ങളെ പറ്റിയും സങ്കല്പിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നില്ല. ആ സങ്കല്പത്തിന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിക്കും, അത്രേ അതുള്ളൂ. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ പലരും പറഞ്ഞേക്കുണ്ട്, നിങ്ങൾ ആ ചോദ്യം ചോദിക്കണ കേട്ടിട്ടില്ല. വിശ്വാസിയാണോ വിശ്വാസി അല്ലേന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ എന്റെ ചിന്താഗതിയിലെ സ്വബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. മനസ്സിലായി? വിശ്വാസം ഇല്ലാത്ത ആൾക്ക് സ്വബുദ്ധി ഇല്ല എന്നാണ്. വിശ്വാസത്തില് ഒന്നാണ് സംബഡി ബിലീവ് ദാറ്റ്. എനിക്ക് അത്രയായിട്ട് മലയാളം ഫ്ലുവന്റ് അല്ല, ഞാൻ വളരെ കാലം നാട്ടിൽ നിന്ന് പുറത്ത് താമസം പഠിച്ചതൊക്കെ കുറച്ച്. സംബഡി ബിലീവ് ദാറ്റ് ദർ ഈസ് ഗോഡ് എക്സിസ്റ്റ്. Somebody believe that there is no God exists. Both are belief. ഇനി ഇവിടെ വിഷയം that those who believe that there is God exists and those who are believing there is no God exists, two different variations comes up. The second variation, those who are believing there is no God exists, they have nothing to bother further about that. അതിനെപ്പറ്റി അവർക്ക് ഒരു തുടർന്ന ചിന്ത വേണ്ട. മറിച്ച് those who are believing that there is a God exists, that they have multiple questions comes up. Whether the God exists. Okay, we believe there's God exists. Next one, whether shall we worship the God or not? By worshipping the God, do we get any benefit or not? A benefit can be either material or psychological. ഇനി അത് കഴിഞ്ഞു, യെസ് വി ഗോട്ട്. ഇപ്പൊ ഒരു വർഷിപ്പ് ചെയ്താൽ ഒരു ഗുണം ഇല്ലാതെ വിശ്വസിച്ചു കഴിഞ്ഞാല് believe that by worshipping there is nothing to attain, then they can simply ignore that portion. Okay, then they don't want to go. Then those who are believing that by worshipping we have some benefits, either it's a material benefit or psychological benefit or peace of mind, anything, then they have further questions raised. How to worship and when to worship and whom to worship. മനസ്സിലായി? അങ്ങനെ ഘടകങ്ങളായിട്ട് പോവാണ് ഇവിടെ. പറഞ്ഞത് അവൻ വാസ്തവത്തിൽ കുറച്ചുകൂടി മനുഷ്യന് സിമ്പിൾ, ലളിതവും മനുഷ്യന്റെ ജീവിതത്തിന് മനോഹരമാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യം ദർ ഇസ് നോ ഗോഡ് എന്നുള്ള ഒരു സ്റ്റാൻഡ് അല്ലേ? അത്രയും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല, കോംപ്ലിക്കേഷൻ ഉള്ളത് മുഴുവൻ നിങ്ങൾ പറഞ്ഞതിന്റെ വേറൊരു എക്സ്റ്റൻഷൻ. അല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് സിമ്പിൾ ആവുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ വാദം. ഞാൻ നിങ്ങൾ ഇതന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടപ്പോ എനിക്ക് തമാശയാണ് തോന്നിയത്. അതായത് ചില ആളുകള് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവിടെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും വരികയാണ്. അങ്ങനെയാണ് ആരാണ് യഥാർത്ഥ ദൈവം എന്നത് മുതൽ, ആ ദൈവത്തിൽ നിന്നുള്ള മതം ഏതാണെന്ന് മുതൽ, മനുഷ്യർ ഇന്ന് മതവുമായി ബന്ധപ്പെട്ട് ദൈവവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളുടെയും അടിയാധാരം എന്ന് പറഞ്ഞ ദൈവമുണ്ട് എന്ന ചിന്തയാണെന്ന് പറയേണ്ടി വരില്ലേ? വരില്ല, ദൈവം ഇല്ല. അതിന് ഇനി ഇവിടെ മതങ്ങൾ വരുന്നു വേറെ ഘട്ടാണ്. മതങ്ങൾ ഇല്ലാത്ത കാലത്തും ദൈവാരാധന നിലനിന്നിരുന്നു ഭൂമിയിലെ മനുഷ്യന്റെ ചരിത്രത്തില്. ഈ മതങ്ങൾ, ഞാൻ ഒരു മതത്തിനെ പറ്റി, മതം എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി പറയാൻ വെച്ചാൽ ഓക്കെ, ഐ വാസ് ബോൺ എസ് എ ഹിന്ദു. ഹിന്ദു ഒരു മതം ആരും അംഗീകരിക്കുന്നില്ല. സനാതന ധർമ്മം എന്നുള്ള വാക്ക് ഒരു ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് മാത്രമേ ഉള്ളൂ. അതിന് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് യാതൊരു ഘടകങ്ങളും ഇല്ല. അത് വേറൊരു വശം. ഞാൻ മതങ്ങളെ പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദക്ഷിണയില് അതൊരു ആർബിട്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചാൽ ഇതൊന്നും വേണ്ട എന്നുള്ളതാണ്. സിമ്പിൾ. ഒരു പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവമില്ല എന്നൊരു ഒരു എന്താ പറയാ ഒരു സമവായത്തിലേക്ക് മനുഷ്യരെത്തിയാൽ
അതുമായി ബന്ധപ്പെട്ട് അല്ല, ഒരുപാട് ഞാൻ പറയാം, കോംപ്ലിക്കേഷൻസ് അങ്ങനെ എത്തുന്ന സാഹചര്യം മനുഷ്യഗണത്തിന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുന്നില്ല. ഏത് കാലത്തും കുറെ ജനങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും എന്ത് കാര്യം എങ്ങനെയാണ് യെസ് ഓർ നോ എന്നുള്ളതിന് ഒരു കംപ്ലീറ്റ് ബൈഫർക്കേഷൻ ഡിമാർക്കേഷൻ എവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവൂല. മനുഷ്യ ചരിത്രത്തിലെ പറയുന്നില്ല. പിന്നെ അപ്പൊ നിങ്ങൾ പറയുന്നത് ടോട്ടൽ ഹൈപ്പോത്തിക്കേറ്റഡ് ആണ്, മനസ്സിലായണ്ട. അപ്പൊ അതും ഈ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനും ഒരു അയാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് ഇപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പറയാം. നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു വ്യൂ പറഞ്ഞതിൽ അത് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാനൊരു മതപരമായിട്ട് ആർഗ്യുമെന്റ്സിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ എല്ലാ ഇനിയിപ്പൊ മതം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നത് തന്നെയാണ്. അതിന് സംഘടനാ ഫലം അങ്ങനെ പറയാ റിലീജിയൻ എന്ന് പറഞ്ഞാൽ 3 എസെൻഷ്യൽ പ്രാക്ടീസസ് ഉണ്ട്. ABC എന്ന് വേണമെങ്കിൽ പറയാം. 4ാമത്തെ D വരെ. ഒന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആത്മീയ ശക്തി, ഒരു അമാനുഷിക ശക്തിയുള്ള വിശ്വാസം വേണം നമുക്ക്. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നുള്ള ഒരു ബോധം. അങ്ങനെ ഇപ്പൊ മുഴുവൻ ഓർമ്മ വരുന്നില്ല എനിക്ക്. ഒന്ന് ബിലീവ്, മറ്റൊരു അഷ്വറൻസ്. ഓക്കെ, അഷ്വറൻസ്, ബിലീവ് ആൻഡ് കൺവേർഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ 4 ഐറ്റംസ് ഒരു മതത്തിന് ആവശ്യമാണ്. അതായത് ഒന്ന് അഷ്വറൻസ് ആണ്. ആ മതത്തിന്റെ ചിട്ടക്കോടുകളിൽ ജീവിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടുന്നുള്ള ആ മതം നമ്മൾ അഷ്വറൻസ് തരുന്നു. കേക്കണ്ടോ പോയാ? കേക്കണ്ട്. അത് വളരെ വളരെ അത്യാവശ്യമാണ്. ആ അഷ്വറൻസ് ക്രിസ്ത്യാനിറ്റിയും തരുന്നുണ്ട്, ഇസ്ലാമും തരുന്നുണ്ട്. ഇന്ന് മതമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഹിന്ദുസവും തരുന്നുണ്ട്. ആ ഹിന്ദു പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചാൽ മോക്ഷം കിട്ടുന്ന അവർ പറയും. ക്രിസ്ത്യാനിറ്റി പറയും അവർ ജീസസിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചാൽ മോക്ഷം കിട്ടുന്ന. ഈ മോശയുടെ ഇവരായ ജൂതന്മാരും പറയുന്നുണ്ട്, മുസ്ലിംസും പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ ആ അഷ്വറൻസ് കഴിഞ്ഞാൽ പിന്നെ ബിലീവ് വേണം. ബിലീവ് വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വിത്ത് ഓർ വിത്തൗട്ട് ഫോം, വിത്ത് 1 or more than ഫോം. ചിലരുടെ ദൈവത്തിന് പല ഫോമിൽ ആരാധിക്കുന്നു, ചിലരുടെ ഒരു രൂപം ഇല്ലാതെ ആരാധിക്കുന്നു. അതും ഈ 3-4 മതങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ബിലീവ് ദാറ്റ് there is a Jesus and his എന്താണ് പറയാ, ഹോളി സ്പിരിറ്റ് ആൻഡ് ഫാദർ. അതുപോലെ നിങ്ങൾക്ക് മുസ്ലിംസ് പറയാൻ അള്ളാഹുവിനെ വിശ്വസിക്കണം, അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ നിങ്ങൾ പറയുന്നുണ്ട്. ഹിന്ദുക്കളാണ് പറയുന്നത്. സോറി, നിങ്ങൾ എക്സ് മുസ്ലിംസ് ആണോണ്ട് ഞാൻ ആ വാക്ക് ഉദ്ദേശിച്ചതുള്ളൂ. നിങ്ങൾ മുസ്ലിം പുറത്ത് കിടന്ന സോറി, ഞാൻ അതിന് വിഡ്രോ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവന് പറഞ്ഞു മാത്രം. ഇനിയിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ അവരെന്താ പറയുക, നേരത്തെ ഈ പറഞ്ഞ പരബ്രഹ്മം, ആ ബ്രഹ്മത്തിനെ പല രൂപത്തിലും പല ഭാവത്തിലും പല സ്ഥലത്തും എങ്ങനെയും ആരാധിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. 3ാമതൊരു ഭാഗം പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നതിലേക്ക് മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവരണം, കൺവേർട്ട് ടു ദെയർ ബിലീഫ് എന്ന്. ആ കൺവേർഷൻ ഫാക്ടർ ഒരു മുസ്ലിമിന്റെ ധർമ്മമാണ് ഒരു അമുസ്ലിമിനെ പറഞ്ഞു കൺവിൻസ് ചെയ്ത് അവര് ഇസ്ലാം ആക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ധർമ്മമാണ് ജീസസിന്റെയും അവരുടെ പ്രിൻസിപ്പിൾസിനെയും പറഞ്ഞ് അവരെ ക്രിസ്ത്യാനിറ്റി ആക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺവേർഷൻ ഉള്ള ഫാക്ടർ സനാതന ധർമ്മത്തിൽ എവിടെയും ഇല്ല. പക്ഷേ അവിടെ കൺവേർഷൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു മതമായിട്ട് വന്നിട്ടില്ല. അപ്പം 3rd ആക്ടിവിറ്റി അവർക്കില്ല. ഇപ്പോ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ വാപ്പസി അതുപോലെ കാലപ്പഴക്കത്തിന്റെ വ്യത്യാസം കൂടിയുണ്ട്. ഈ മതം പറയണ കേൾക്കൂ, ഞാൻ അങ്ങോട്ട് ഞാൻ പറയുന്നോണ്ട് കേൾക്കൂ. ജൂതായുസത്തിൽ ഇല്ലാത്ത എന്തുകൊണ്ടാന്നറിയോ? ജൂതായുസം വിശ്വസിക്കുന്നത് അച്ഛനും അമ്മയും ജൂതനാണെങ്കിൽ മാത്രമേ മക്കൾ ജൂതനാവുള്ളൂ. അതൊരു മതമല്ല, അതൊരു എന്താണ് പറയാ, അതെ. അതുപോലെ ഇത് ജൂതായുസത്തിൽ മാത്രമല്ല, ഇറാനിയൻ റിലീജിയൻ ഉണ്ട്, സ്വരാഷ്ട്രീയനിസം. പാർട്ടികളിൽ കേട്ടിട്ടുണ്ടാ? പ്രാചീനമായ മതങ്ങളിലൊക്കെ ആ തരം സങ്കല്പമാണ് കൺവേർഷൻ തുടങ്ങുന്നത് നമ്മുടെ ക്രിസ്ത്യാനിറ്റി. നോക്കൂ, ഞാൻ പറയുന്ന മുഴുവൻ ഇതാക്കിയില്ല. 3ാമത്തെ പോയിന്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും ഈ കൺവേർഷൻ ഉണ്ട്, മറ്റേ സ്വരാഷ്ട്രീയത്തിന്റെ കൺവേർഷൻ ഇല്ല. ഹിന്ദുസ് ഒരു മതമായിട്ട് ഉടലെടുത്തത് അല്ലാത്തത് കൊണ്ട് അതിനും കൺവേർഷൻ ഇല്ല.
പക്ഷെ ഒരു ഇപ്പോഴത്തെ വ്യക്തി ഹിന്ദുയിസത്തില് കൺവേർഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കൺവേർഷൻ ഇപ്പൊ പൊളിറ്റിക്കൽ ക്ലൗട്ടായി മാറി. ഞാൻ പറഞ്ഞത് അല്ല, അത് ഹിന്ദുയിസത്തിന്റെ അല്ല. അത് ഹിന്ദു എന്ന് പറയുന്ന ഇസം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഹിന്ദുയിസം എന്ന് പറയുന്ന സിസ്റ്റം ഒന്നും ഇല്ലാത്തതാണ്. ഒരുപാട് കാലത്ത് ഈ നിലനിന്നിരുന്ന ഭാരതത്തിൽ വന്ന് ഈ ഭൂപ്രദേശത്ത് നിലനിന്നിരുന്ന ഒരുപാട് ഗോത്രീയമായ ആചാരങ്ങളും ഗോത്രവർഗങ്ങളും ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഗോത്രീയ ചിന്തകളിൽ നിന്നും മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു വന്ന ചില പ്രിൻസിപ്പിൾസിനെ വേദങ്ങളാക്കി മാറി. ഇവര് പറയുന്ന ടൈം ലൈൻ എത്ര കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഋഗ്വേദം തൊട്ട് സർവ്വവേദം വരെ 4 വേദങ്ങൾ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന തന്നെ 1500 വർഷത്തിനുള്ളിലാണ്. അതായത് ഋഗ്വേദം ഇപ്പൊ അവര് പറയുന്നു BC 5000 BC 3500 വ്യവസ്ഥകളുണ്ട്. അതൊക്കെ പ്രീ ഹിസ്റ്റോറിക് ആണ്. എന്തായാലും അവിടെ ഹിന്ദു ഒരു സമൂഹമാണ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പല സമൂഹങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില ആശയധാരകൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മമാണ്, അല്ലാണ്ട് അത് കാരണം അതിൽ കൺവേർഷൻ ഇല്ല. പിന്നീട് എന്ത് വന്നു വെച്ചാൽ ഇവിടെ ഈ ഹിന്ദു എന്നുള്ള പേരനായാലും ഉണ്ടായിരുന്നില്ല. അതന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ കാരണം സിന്ധു നദിയുടെ സംസ്കാരം കൊണ്ട് ഹിന്ദു ആയി മാറിയതാണെന്നും അല്ല, മറ്റുള്ള വിദേശ മതങ്ങൾ വന്നതിന് ശേഷം അവരിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്താഗതികളെ അവരായിട്ട് ഹിന്ദു എന്ന് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മതങ്ങൾ എല്ലാം ഇന്ന് കാണുന്ന പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കാതിരുന്നാൽ, അതായത് ദൈവമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ആവാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത്ര നേരം നിങ്ങൾ സംസാരിച്ച ഈ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഈ കൺവേർഷൻ കൊണ്ടുള്ള സംഘർഷങ്ങളും യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈ മതം ആധുനിക കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രം ഉണ്ടാക്കുന്നുള്ളൂ എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കേട്ടത് ആ ചിന്ത. അതുകൊണ്ട് എന്തുകൊണ്ടും സമൂഹത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതുപോലെ മതങ്ങൾ കൊണ്ടും ഉണ്ട്. അല്ല, അതുകൊണ്ട് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു സംസ്കാരം നിലനിൽക്കുന്ന മതത്തിന്റെ പേരിലാണ്. മതം വേണ്ട, സംസ്കാരം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ചിന്താഗതി. എന്താ ഈ സംസ്കാരം മതങ്ങൾ കൊണ്ടുണ്ടായി വരുന്നതാണ് എന്നുള്ള സങ്കല്പം എനിക്കില്ല. അല്ല, ഉണ്ടായി വരുന്ന ഞാൻ പറഞ്ഞില്ല. നിലനിൽക്കുന്നതും അല്ല സംസ്കാരം. മതങ്ങളില്ലാത്ത സമൂഹങ്ങളിലും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടാവൂലേ? അല്ല, ഈ അവരുടെ സംസ്കാരം അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്നതാണ്. അത് മതം ഒരു ഉപോത്ഭകമായിരുന്നു, ഇപ്പോഴാണ്. മതം പല സംസ്കാരങ്ങളുടെയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സാധ്യതകൾ ഭൂമിയിൽ ഒരേ സമയത്ത് പല മനുഷ്യ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. സംസ്കാരങ്ങളും പലതുണ്ടാവും, മതങ്ങളും പലതുണ്ടാവും. ഇതെല്ലാം ഇല്ലാതായി ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാണ്ടായിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനില് മതങ്ങൾ ഇല്ലാതാവുക, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, മതങ്ങൾ ഇല്ലാതാവുക എന്നോ അല്ലെങ്കിൽ മതങ്ങൾ ആവശ്യമില്ലാതാവുക എന്ന് പറയുന്നതോടുകൂടി മനുഷ്യരുടെ എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോകും എന്ന് പറയുന്ന ഒരു തെറ്റായ സങ്കല്പം. എല്ലാ പ്രശ്നങ്ങളും തീരുന്നു വിചാരിക്കുന്നതും തെറ്റാണ്. മതങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തീരും, മതങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളും തീരും. മതങ്ങൾ പ്രശ്നങ്ങൾ ചെറുതല്ല നമ്മുടെ നാട്ടില്. ഒരു മതത്തിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ചില നാടുകളിൽ ചില പ്രത്യേക മതവിഭാഗക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം എടുത്തിട്ട് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും ഇന്ന് ആധുനിക കാലത്ത് രാഷ്ട്രീയമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനോ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയം ആവശ്യമില്ലാത്തവര് അങ്ങനെ പറഞ്ഞാല് ക്യാൻ യു ബിലീവ് ദാറ്റ്? ക്യാൻ യു ടെൽ ദാറ്റ്? ഓക്കെ, ഞാൻ സമ്മതിച്ചു. ആ ഒരു ആർഗ്യുമെന്റ് എടുത്ത രാഷ്ട്രീയം തന്നെ ഇല്ലാത്ത ആ പ്രോബ്ലം സോൾവ് ആവും. നമ്മൾ നിലനിൽക്കുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ആ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് ക്രമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിനോ മതങ്ങളെ ഒരു ടൂളായിട്ട് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോടുകൂടി ഇന്നത്തെ കാലത്ത് മതങ്ങൾ ആകെ ഉപയോഗിക്കപ്പെടുന്ന അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. നിങ്ങളിപ്പോ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയിൽ മതങ്ങൾ ശരിയല്ലാത്ത ഇടപാടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു. ഈ ജനാധിപത്യം ഒരു വ്യവസ്ഥയല്ലേ? അതുകൂടി ഇല്ലാട്ടുന്ന എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞാലേ അതല്ലേ ആ വ്യവസ്ഥ ഉണ്ടായോണ്ടില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മതത്തിന് പ്രത്യേകിച്ച് അതിനകത്ത് റോളൊന്നുമില്ല. പക്ഷെ മതം കൂടുതൽ പ്രശ്നമാണ്, സങ്കീർണമാണ് പുതിയ കാലത്താണ്. മതങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ, മതങ്ങൾ അപകട സാധ്യത കൂടി വരികയാണ് നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ വളരെ കുറവല്ലേ ആ സിസ്റ്റം ഇല്ലാണ്ടായ ജനാധിപത്യം ഒരു വർഷം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയല്ല. അതായത് അതീതമായ
മതത്തിനതീതമായ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ജനാധിപത്യ സങ്കല്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അങ്ങനെ തിലകം വെക്കാൻ ഉണ്ടാവുന്നില്ല മതങ്ങൾ എന്നുള്ളതല്ലേ പരമാർത്ഥം. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് എന്തുകൊണ്ട്? കാരണം ആ മനുഷ്യൻ നോക്ക, മനുഷ്യരെ എല്ലാവരെയും അങ്ങനെ ഒരേ നിലയിൽ ഉണ്ടാവാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങൾ മതവും അല്ല വംശീയതയുമാണ്. അവിടെയാണ് നിങ്ങൾ തെറ്റ്. അതല്ല, മനുഷ്യൻ സഹജമായ ഒരു സ്വാർത്ഥതയാണ് മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. നോക്ക്, ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞ അടിമത്വ വ്യവസ്ഥിതി ആ നിലനിന്നിരുന്നാണ്, ശരിയാണ്, അത് മാറി. ആ മാറാനും മതങ്ങൾ കൂടെ നിസ്സാരം പറഞ്ഞാൽ പല മതങ്ങളിലും പല റിഫോർമേഷൻസും വന്നിട്ടുണ്ട്. ആ റിഫോർമേഷൻ വന്നത് മതങ്ങളുടെ റിഫോർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, ഇപ്പൊ സ്ലേവറി പോലും ഇന്നും ന്യായീകരിക്കേണ്ടി വരുന്നത് ഈ മതങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ്. മതങ്ങളുടെ പുറത്തുള്ളവർക്ക് ഇതിനെ ന്യായീകരിക്കേണ്ടി മതങ്ങൾ ഇല്ലാണ്ട് നൂറുകണക്കിന് എന്താ പറയാ ആയിരക്കണക്കിന് നീഗ്രോസിനെ പിടിച്ചു കൊണ്ടുപോയി കപ്പലിൽ കയറ്റി അമേരിക്കയിലും മുഴുവനും കൊണ്ട് കച്ചവടം നടത്തി മതത്തിന്റെ പേരിലായിരുന്നില്ല. ബ്രിട്ടീഷുകാരും യൂറോപ്യൻ ചെയ്തത് മതത്തിന്റെ പേരിലായിരുന്നില്ല, വെറും വർഗീയ റേസിസ്റ്റ് ആയിരുന്നു. അത് റേസിസം മാത്രമല്ല, ഈ റേസിസം ഉപയോഗപ്പെടുത്തിയത് ഒരാളും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ആണെങ്കിൽ, ട്രാൻസ് അറ്റ്ലാന്റിക് ആണെങ്കിൽ, അതില് ഇതിന്റെ സപ്ലൈ ചെയിൻ എവിടുന്ന വന്നത്? ഈ അടിമകളെ രൂപീകരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആ സപ്ലൈ ചെയിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അവര് നാവിക ഇതിൽ ഒരു ഫോഴ്സ് ആയിരുന്നു കൂടുതൽ, പ്രത്യേകിച്ച് ഐലൻഡ് ആയിരുന്ന UK ഇതൊക്കെ. അവരുടെ സാങ്കേതിക വിജ്ഞാനത്തിൽ കൂടെ കപ്പലുകളും കപ്പൽ കൊണ്ടുവന്ന അന്താരാഷ്ട്ര കച്ചവടങ്ങൾ നടത്തി. ഞാൻ പറയുന്നത് കേൾക്കാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ആ കപ്പലുകളും കച്ചവടങ്ങളും അതിന്റെ ഭാഗമായിട്ട് അവര് ഇവിടെ അടിച്ചമർത്തി കൊണ്ടുപോയത് അതിന് ക്രിസ്ത്യാനിറ്റിക്കോ എന്താ പറയാ ഇസ്ലാമിനോ ഒരു പങ്കുമില്ല ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടെന്നാണ് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡില് ഇവര് കപ്പൽ ചാലുകളിലൂടെ ചരക്കുമായിട്ട് വരുന്ന കപ്പലിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോ അടിമച്ചന്തകളിൽ നിന്ന് അടിമകളെ മേടിച്ചു കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് അങ്ങനെയല്ല ഉണ്ടായത്. അടിമച്ചന്തകൾ വരുന്നതിന് മുന്നേ അടിമകൾ ഉണ്ടായി, എന്നിട്ടാണ് വന്നത്. ഇതിനെ ഭയങ്കരമായിട്ടുള്ള വലിയൊരു ട്രേഡ് ആക്കി മാറ്റുന്നതിന് ഞാൻ പറയാന്ന് ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്ലൈ ചെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. സാധ്യത നോക്കൂ, ഞാൻ ഇവിടെ നിങ്ങൾ വ്യത്യാസം, ഈ ഒരു സാധ്യത അന്ന് ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇസ്ലാമിക് ഗ്രൂപ്പ് സാധ്യത ഉപയോഗപ്പെടുത്തിയത് മതങ്ങളുടെ, ഞാൻ പറയാം, തിയോളജിക്കൽ ആയിട്ടുള്ള അനുവാദങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. സ്ലേവറി അതല്ലാന്നാ ഞാൻ പറയുന്നത്. ഈ അടിമകൾ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കിയത് മതങ്ങളല്ല, ഇസ്ലാമും അല്ല, ക്രിസ്ത്യാനിറ്റി അല്ല, ഹിന്ദു ഒന്നുമല്ല. അടിമ സമ്പ്രദായത്തെ മതങ്ങളുടെ വിപുലീകരണത്തിന് ഉപയോഗിച്ച ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. മതങ്ങളുടെ വിപുലീകരണത്തിനല്ല, അതാത് കാലത്ത് ഒരുപാട് മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് അന്നും ഇന്നും പല രൂപത്തിലും പല ഭാവത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ അതായത് മതം അടിമത്തം ഒരു പോയിന്റ് പറയണ്ടേ? അതായത് അടിമത്തം നിലനിന്നിരുന്ന വ്യവസ്ഥിതിയിൽ അടിമത്തത്തിന്റെ സാധ്യതകൾ മതങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി. അത് മതങ്ങളെല്ലാം ലിയാഖത്ത്, മതങ്ങൾ മാത്രമല്ല അന്നുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും മതങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. മതങ്ങൾ മാത്രമല്ല അന്നുണ്ടായിരുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ മതങ്ങൾ നിങ്ങൾ പറയുന്നത് പോകുക, ഞാൻ സമ്മതിച്ചു. മതങ്ങൾ അടിമത്വത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ മതങ്ങളല്ലാത്ത ഗോത്രവർഗക്കാരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാലത്തും എല്ലാവരും ചെയ്യും. മതങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രിവിലേജും അല്ലെങ്കിൽ ഒരു സാങ്കത്യവും ഇല്ലാന്നാ പറഞ്ഞത്. അപ്പൊ ഒരു കാലത്ത് അത് ഉപയോഗിച്ച മതങ്ങൾ ഇന്നത്തെ കാലത്ത് ആധുനിക മനുഷ്യന്റെ സങ്കേതമായിട്ടുള്ള ജനാധിപത്യത്തെ ഈ മതത്തിന്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ മതങ്ങൾ അപകടകരമായ അവസ്ഥയിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. സമൂഹത്തിലെ അതിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് മതങ്ങൾ സാധാരണ ഇതിൽ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ജനാധിപത്യം തന്നെ പല രീതിയിലുണ്ട്. മൾട്ടി പാർട്ടി ഡെമോക്രസി ഉണ്ട്, ടു പാർട്ടി ഡെമോക്രസി ഉണ്ട്. ഈ മൾട്ടി പാർട്ടി ഡെമോക്രസിയില് പല പാർട്ടികളും ഇതേ തന്നെ ചൂഷണം ചെയ്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ ചൂഷണം ചെയ്യാന്നുള്ളത് ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല. മനുഷ്യന്റെ ആന്ത്രോപോളജി പറയുന്ന അനുസരിച്ച് നിയാൻഡർത്താൾ എന്ന് പറഞ്ഞ മനുഷ്യവർഗം എന്താ പറയാ ഇന്നത്തെ ഹോമോ സാപ്പിയൻസിനേക്കാളും ശാരീരികമായിട്ട് വളരെ
കഴിവുള്ളവരായിരുന്നു. പക്ഷെ അവരെ ബുദ്ധിശക്തി കൊണ്ട് അവർക്ക് സംഘടിതമായ ശക്തി ഉണ്ടായില്ലാത്തത് കൊണ്ട് അവരെ ഈ ഇന്നത്തെ നമ്മളെ പൂർവികരാന്ന് വിശ്വസിക്കപ്പെടുന്ന ഹോമോസാപ്പിയൻസ് അവരെ ഇല്ലാതാക്കി എന്നും പറയുന്നുണ്ട്. അപ്പൊ ചൂഷണം ചെയ്യപ്പെടുന്നതും ചൂഷണം ചെയ്യുന്നതും എല്ലാ കാലത്തും നിലനിൽക്കും. മതം വേണോ വേണ്ടത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പരിണാമഘട്ടത്തിൽ മനുഷ്യർ കടന്നു വന്ന വഴികളെ മൊത്തത്തിൽ നിരാകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. പരിണാമഘട്ടം ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ എത്തി നിൽക്കുന്ന കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൂല്യങ്ങൾ മഹത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരുകൾ ആളുകൾ തമ്മിൽ തല്ലുന്നതും അതിൽ സംഘടിക്കുന്നതും അതാണ് മതങ്ങൾ ഇന്ന് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ. ഞാൻ തല്ലണമെന്നല്ല ഞാൻ പറയുന്നത്. നൂറ്റാണ്ടുകൾ മുൻപ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അതെല്ലാം മോശമാണെന്നുള്ള ചിന്ത വരണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടല്ല അതില് കാലഘട്ടത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരണം. സനാതനം എന്താ സനാതനം? എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ചിന്താഗതി എന്നതിന് അർത്ഥമുള്ളൂ. അതിനർത്ഥം അതിന്റെ എല്ലാ വാക്കുകളും എല്ലാ സെന്റൻസും എല്ലാ കാലത്തും അതിന്റെ വിശദീകരണത്തിലാ വരുന്നത്. സനാതനം എന്ന് പറയാൻ തന്നെ ഉള്ളൂ. ധർമ്മം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതല്ല, മാറ്റമില്ലാതെ സ്ഥിരമായി നിൽക്കേണ്ടത്. അല്ല, മാറ്റമില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന എവിടെയും പറയുന്നില്ല സനാതനത്തില്. സനാതനത്തിന് എന്താ അർത്ഥം? പിന്നെ ആ സംസ്കാരം നിലനിൽക്കുന്നുള്ളൂ. സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരും. നിസ്സാരം പറഞ്ഞ ഭഗവത്ഗീതയിൽ ശ്ലോകം തന്നെയുണ്ട്, ഒരൊറ്റ ശ്ലോകം. കൃഷ്ണൻ ഈ 700 ശ്ലോകമായിട്ടാണ് ഭഗവത്ഗീത ഒരു ഫിലോസഫിയാണ് അത് പറഞ്ഞ. അതിൽ അവസാനത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് ഈ ഉപദേശങ്ങളെല്ലാം തന്നു, അത് നീ സ്വയം ചിന്തിച്ച് നിനക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ധർമ്മവും ഒരു റിലീജിയൻ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് മുഴുവൻ പറയാൻ സമയം എനിക്കില്ല, അത്രയ്ക്ക് പേരും എനിക്ക് ടോപ്പിക്കിനില്ല. ധർമ്മം റിലീജിയൻ ആകുമ്പോ കൂടുതൽ അപകടം ആകും എന്ന് മാത്രമേ. റിലീജിയൻ അല്ല, റിലീജിയൻ എന്നുള്ള വാക്ക് മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായി വരുന്നതിനൊക്കെ എത്രയോ മുന്നേ ധർമ്മങ്ങൾ നിലനിന്നിട്ടുണ്ട്. എന്ത് സങ്കല്പവും ഉദാഹരണം പറയാം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭർത്താവാണ്, ഒരു മകനാണ്, ഒരു അച്ഛനാണ്. അപ്പൊ എനിക്ക് എന്റെ പിതൃധർമ്മം എന്റെ മകളോട് ചെയ്യേണ്ടതുണ്ട്. പുത്രധർമ്മം എന്റെ അമ്മച്ചനും മരിച്ചു, ഇപ്പൊ അത് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഭാര്യ, എന്റെ ഭർത്തൃധർമ്മം ഞാൻ അവരോട് ചെയ്യണം. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, ആ സമൂഹത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ചെയ്യേണ്ട സാമൂഹിക ധർമ്മങ്ങളുണ്ട്. ഇത് ധർമ്മം ഒരു വാക്കിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ക്രിട്ടിസൈസ് ചെയ്യാവുന്ന ഒന്നല്ല ധർമ്മം. ഓരോ പർട്ടിക്കുലർ പോയിന്റിൽ ഈ ധർമ്മം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ക്രിറ്റിസൈസ് ആവാം. അപ്പൊ അതായി പറഞ്ഞത് പുത്രധർമ്മം ഒരു മിനിറ്റ് ഒരു ക്രിട്ടിക്കൽ ഒരെണ്ണം എടുക്കും. ഫോർ എക്സാമ്പിൾ, എന്റെ പിതൃധർമ്മം ഞാൻ ചെയ്യേണ്ടതാണ്. ആ ധർമ്മത്തിൽ ഞാൻ എന്റെ മകനോ മകളോ സമൂഹത്തിൽ അവർക്കും ഭാവിയിൽ നല്ല വളർത്താനുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. ആ ധർമ്മമാണ് എന്റെ എന്താ പറയാ പിതൃധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരം പറഞ്ഞ ഇപ്പൊ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് എന്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. അച്ഛൻ പടിഞ്ഞാറ് സ്കൂളിൽ നിന്ന് നടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കോലായിൽ ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ മിറ്റിൽ കയറുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് നിൽക്കും, എന്നുവെച്ചാൽ ബഹുമാനം കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് എന്റെ പുത്രധർമ്മമായിരുന്നു. ഇന്നിപ്പോ എന്റെ മകള് ചെയ്യുന്നില്ല. ഞാൻ കയറി വരുമ്പോൾ അവളെ എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ കാലഘട്ടം അനുസരിച്ച് മറ്റുള്ള കാര്യങ്ങളും മാറുന്നുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വേണ്ട അതൊരു പർട്ടിക്കുലർലി വെൽ ഡിഫൈൻഡ് ഒരു ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ധർമ്മം, ഇതിന് പുറത്തുള്ള ധർമ്മം ഒന്നും ടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. എന്തായാലും സംസാരിച്ച സൗകര്യം സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളിങ്ങനെ ഈ ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ഇത്രയെന്ന് പറയാൻ വേണ്ടി മാത്രം കേട്ടോ, അല്ലാണ്ട് എനിക്ക് പറഞ്ഞല്ല.